ഗീസ് നമ്മൾ രാവിലെ ഇന്നലെ റൂമിൽ ചാടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഹില്ലിൻ്റെ മുകളിൽ വന്നേക്കാം. ഫുള്ള് എന്താ പറയുക, ഫുള്ള് കോടയാണ്. ഗിരീഷ് എല്ലാവരും ഉണ്ട്. നമ്മൾ 3 പേര്, 2 പേര് താഴെ വെയിറ്റിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് സ്ഥലം നോക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ വണ്ടി ഇവിടെ സെറ്റാണ് കേട്ടോ. ഫുൾ ഓഫ് റോഡ് പൊളിച്ച് എന്താ പറയുക, നമ്മൾ ഈ റോഡിലാണ് ഫുള്ള് പുല്ല് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പറി ഏരിയയാണ്. എങ്ങനെയുണ്ട് സ്ഥലം? ഉണ്ട് പൊളിയല്ലേ? ആള് സുള്ളിയല്ല കേട്ടോ, മലയാളം മനസ്സിലാവും. പിന്നീട് എന്താ പറയാനുള്ള? ഓ ഈ സാധനം നമ്മുടെ എന്താ മറ്റേ ചോറ് പിടിക്കുന്ന സാധനമില്ല, അതാണ്. വൻ പൊള്ളിയാണ് കേട്ടോ, വൈബ് ഏരിയ അല്ലേ? സെറ്റ്. ആ അതെ അതെ. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോകണതാണ് നമ്മളെല്ലാവരും. ബാക്കി 2 പേര് താഴെ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഒരു രാവിലെ നല്ല മഴയായിരുന്നു. പൊളിക്കാം. നമുക്ക് അടുത്ത വിഷ്വലിലേക്ക് പോകട്ടോ. താഴോട്ട് പോകണേ. ഓക്കെ. ഇവിടെ നമ്മൾ ആക്ച്വലി താഴോട്ട് പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ. താഴോട്ട് പോയിട്ട് അവിടെ നേരെ നമ്മൾ വീട്ടിലേക്ക് വേണം. നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് ഉദ്ദേശിച്ചെങ്കിൽ 2 ദിവസത്തേക്കായി ഇത് എക്സ്റ്റെൻഡ് ആയി ഓട്ടോമാറ്റിക്കലി. സ്ഥലമെല്ലാം എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴത്തേനും. അപ്പോൾ ഇവിടുന്ന് രാവിലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ ഒരു അടിപൊളി ലൊക്കേഷൻ കിട്ടി. ഇങ്ങനെ ജസ്റ്റ് കണ്ട ഓഫ് റോഡെല്ലാം ജസ്റ്റ് കയറി അങ്ങനെ കിട്ടിയൊരു ഓഫ് റോഡാണിത്. ഇത് ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ആ ഒരു വ്യൂ കാണാൻ പോയതാണ്. പോണ വഴി അത്യാവശ്യം ഒരു 30-40% ഓഫ് റോഡായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ ഇവിടുന്ന് ഡിസ്കസ് ആക്കിയിട്ട് നേരെ നമ്മൾ എല്ലാവരും കൂടെ താഴോട്ട് പോകും. അപ്പോൾ അടുത്ത സ്ഥലം നമ്മൾ ഡിസ്കസ് ആക്കുകയാണ്. നേരെ നമുക്ക് താഴോട്ട് നിന്നിട്ട് കാണാൻ ബാക്കി. നമ്മൾ തിരിച്ച് പോകുന്നത് ഫോറസ്റ്റ് റൂട്ടിലായിരുന്നു. കാരണം നല്ല മഴയും കോടയെല്ലാം കിട്ടും നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്ര സമയം തന്നില്ല, 1 മണിക്കൂറോ 45 മിനിറ്റ് എങ്ങാണ്ട് ടൈം തന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ നമുക്ക് അത്രയും കിലോമീറ്റർ കവർ ചെയ്ത് എക്സിറ്റ് അടിക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു യാത്ര എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല വൈബായിരുന്നു. കാരണം ചുറ്റും മലകൾ, അതേപോലെ കോട, നല്ല കിടിലം മഴ. അപ്പോൾ നമുക്ക് വന്യജീവികളെ ഒന്നും വഴിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ പൊളിയാണ്. നമുക്ക് ബാക്കി യാത്രയിലേക്ക് പോകാം. വൈബായിരിക്കും കേട്ടോ. വരുന്ന വഴി പൊള്ളി ഒരു സ്ഥലതാ. ഇങ്ങോട്ട് ജസ്റ്റ് നോക്കി എന്താ ബ്യൂട്ടി എന്ന് നോക്കി. വീട്ടിലെ സ്ഥലം എന്ന് പറയാൻ പറഞ്ഞില്ല. ഇവിടെ വരുന്ന സമയത്ത് നോക്കി എന്തെങ്കിലും ഒരു കാഴ്ച കാണാൻ പറ്റുന്ന പറഞ്ഞു. ഒരു പാലം, ആ പാലത്തിൽ മലകൾ, നാട്ടിക്ക് പോകാം. നോക്കിയത് ഇങ്ങോട്ടാ മറ്റേ നീലാകാശം പച്ചക്കറിൽ ചുവന്ന ഭൂമിയില്ല, അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ. ഈ ദുനിയാവിൽ ഇങ്ങനത്തെ സ്ഥലമല്ലോ. നമ്മൾ ഈ വീട്ടിലിരുന്നിട്ട് കാര്യമൊന്നുമില്ല, പുറത്തിറങ്ങി കുറച്ച് എൻജോയ് ചെയ്യണം. നമ്മൾ ഈ പൈസ ഉണ്ടാക്കിയിട്ടോ അങ്ങനെയൊന്നും നമുക്ക് എവിടെ എത്താനില്ല. അത് എൻജോയ് ചെയ്യാനുള്ളൊരു സ്പേസ് പൊളിക്കാം, നമുക്ക് ഉഷാറാക്കാം.
ഈ കാണുന്നൊരു മല കേട്ടോ, ഫുള്ള് കോട മൂടി കിടക്കുക. ഇവിടെ വന്യജീവിയൊക്കെ ഇറങ്ങുന്നൊക്കെ പറയണതാണ്. ഇവിടെ അതേ സമയം നിൽക്കാൻ പറ്റില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതേ ഉള്ളൂ ഒരു ഷോട്ടിൽ കാണിക്കാൻ വേണ്ടി. പൊള്ളിയായിരുന്നു കേട്ടോ. മച്ചന്മാരെ നമ്മളിവിടെ വരുന്ന ടൈം കണ്ട സ്ഥലമാണ് കേട്ടോ, പൊള്ളി സ്ഥലം എന്നൊക്കെ പറഞ്ഞ്. ഈ ഒരു റൂട്ടിൽ മസ്റ്റായിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ റൂട്ടിൽ മസ്റ്റായിട്ട് വരാം. കിട്ടുന്ന ഓരോ ഷോട്ടും എന്താ പറയുക, വർത്തായിട്ടുള്ള ഷോട്ടാണ്. അത് മഴക്കാലത്താട്ടോ, മൺസൂണ്. നമ്മൾ എല്ലാ സമയത്ത് വന്നിട്ടില്ല. നമ്മൾ മലയും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. കണ്ടോ, ചുറ്റും മലയാണ് പ്ലസ് കോട. ഒരു രക്ഷയില്ല. വൺ വൈബ് സ്ഥലം എന്ന് പറഞ്ഞാൽ വൺ വൈബ് സ്ഥലം. അപ്പോൾ നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇനിയിപ്പോൾ നല്ലൊരു വീഡിയോ ഇനി നമ്മുടെ വ്ലോഗിലൂടെ വരുന്നതായിരിക്കും. നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എത്തിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എല്ലാവരും പൊളിക്കാം കേട്ടോ. അടിപൊളിയാക്കാം.